ഹായ്, ഇന്ന് രാവിലെ നമ്മളൊരു ഇൻസ്റ്റയിൽ ലൈവ് ഇട്ടായിരുന്നു. നമ്മളെ കോട്ടയം മൂനപ്പള്ളിയുള്ള വീടിൻ്റെ ഫ്രണ്ടിലെ എലിവേഷന് വേണ്ടിയിട്ടുള്ള സൺഷെയ്ഡും അതിൻ്റെ ബാക്കി വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ വീട് മൂടി കൂട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഇരട്ടി പണി കേട്ടോ. വെറുതെ ഈ ആൾക്കാർ മോഡിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് പൈസ കൂടുതൽ വേണമെന്ന് പറയണത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ വർക്കും വരും, അതിൻ്റേതായ പണികളും വരും. ഈ ഒരു വീടിൻ്റെ എലിവേഷൻ തന്നെ ഇത് നമ്മളെ ക്ലയൻറ്റ് മുന്നേ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം, ഇതിൻ്റെ ക്ലയൻറ്റ് ഇവിടെ നാട്ടിലില്ലാത്തതാണ്. പക്ഷേ ക്ലയൻറ്റ് നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ്. അതായത് അവരെല്ലാവരും പുറത്താണ്. വരുമ്പോൾ എത്രയും നിങ്ങളെ കൊണ്ട് എങ്ങനെയൊക്കെ അടിപൊളിയാക്കാൻ പറ്റുമോ ആ രീതിയിൽ ഓൾറെഡി നമ്മൾ പ്ലാനും കാര്യങ്ങളൊക്കെ അവർ ഓൾറെഡി തന്നതല്ലേ. അപ്പോൾ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ ഞങ്ങൾക്ക് വരുത്താൻ പറ്റുക വെച്ചാൽ ഫ്രണ്ടത്തെ എലിവേഷൻ സൂപ്പറാവണമെന്ന് പറഞ്ഞിട്ട് തന്നതാട്ടോ. ഇങ്ങനെ തരുമ്പോഴാണ് നമ്മൾക്ക് നമ്മളേതായ കഴിവുകളും കാര്യങ്ങളും, അതായത് ഉള്ള വീടിൻ്റെ മുകളിൽ, അതായത് ഇപ്പോൾ നമ്മളൊരെണ്ണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വേറെ രീതിയിലായിരിക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് തന്ന വീടിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ അഡീഷണൽ വർക്കുകൾ, അതായത് എലിവേഷൻ്റെ കാര്യത്തിലും അതിൻ്റെ ഗുണങ്ങൾക്കൊക്കെ വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല വർക്ക് വരും. ഇപ്പോൾ ഞാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഒരു ഏരിയ കംപ്ലീറ്റ് ടൈൽ റൂഫാണ് വരുന്നത്. അപ്പോൾ ടൈൽ റൂഫ് വരുന്ന സമയത്ത് സാധാരണ ഫ്രണ്ട് സൈഡിലൊന്നുമില്ലെങ്കിൽ പാത്തി അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ പാത്തിയാണ് കൊടുക്കുക. അപ്പോൾ ഞങ്ങളിത് കോൺക്രീറ്റിൻ്റെ പാത്തിയാണ് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇത് വെള്ളം പോകാനുള്ള കോർണറിൽ ഇതേപോലെ എല്ലാ കോർണറിലും വരുന്നുണ്ട്. അപ്പോൾ ഈ ഓടുമെന്ന് വരുന്ന വെള്ളം ഈ ബീം കണ്ടില്ലേ, അതൊക്കെ ഇപ്പോൾ 20 mm കമ്പി ഇട്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ബീം ചെയ്തിരിക്കുന്നത്. 20 mm വേണോ ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട, പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ അത് അതിൻ്റേതായ രീതിക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ഇതിന് ഒരുപാട് ബീമുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ലെങ്ത്ത് തന്നെ നിങ്ങൾക്കറിയാം, ഈ വീട് വലിയൊരു വീടാണ്, 3000 സ്ക്വയർ ഫീറ്റുള്ള ഒറ്റ നില വീടാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു പ്ലെയിൻ സ്ലാബായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു കാണുന്ന 60 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ പാത്തി വരുന്നത്. അതായത് ഓട് നേരെ വന്നിട്ട് ഈ ഒരു ബീമും മരിക്കുക. അത് ഞാൻ ശരിക്കും കാണിച്ചു തരാം. അത് ബീം ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് പലക അടിക്കുന്നുണ്ട്, ഇപ്പോൾ ഈ കാണുന്ന പോലെ. അതായത് ഇപ്പോൾ ഈ ഉള്ളത്തെ ഈ സ്ലാബൊക്കെ നമ്മൾ ഓൾറെഡി 5 ഇഞ്ച് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫ്രണ്ട് സൈഡിൽ ഞാൻ ഓൾറെഡി ഡിസൈനിൻ്റെ ഷീറ്റാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു ബീം ഇത് 8 ഇഞ്ചിൻ്റെയാണ് ഇപ്പോൾ ബീം വരുന്നത്. ഇത് 5 ഇഞ്ചിൻ്റെ മുകളിലേക്കാട്ട് 8 ഇഞ്ചിൻ്റെ ബീം വരുന്നത്. അത് 8 ഇഞ്ച് കൊടുക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുകളത്തെ വെള്ളം ഇതിൻ്റെ ഈ കാണുന്ന ഓപ്പൺ ടെറസിൻ്റെ മുകളത്തെ എല്ലാ വെള്ളവും മാക്സിമം ഫ്രണ്ടിലേക്ക് ചെരിവ് വരുമ്പോൾ ഫ്രണ്ടിലേക്ക് വരുന്ന ചെരുവത്തെ വെള്ളം എല്ലാം പാടെ വന്നിട്ട് ഈ ഒരു പാത്തിയിലേക്കാണ് നമുക്ക് ചാടേണ്ടത്. അതായത് 60 സെൻറ്റിമീറ്ററിൻ്റെ പാത്തിയാണ്, 60 അല്ല 70 ഉണ്ടായിരിക്കും. പാത്തി എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ ഷെയ്ഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി 8 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇപ്പോൾ ഓൾറെഡി 8 മെയിൻ സ്ലാബിൻ്റെ ഒരു തിക്നെസ് കാണിക്കുക. പക്ഷേ അതൊന്നും കൂടി ഹൈറ്റ് കൂട്ടിയിട്ട് ഇതിനോട് മാച്ചിങ് ചെയ്താലേ ഉള്ളൂ. ഇത് ഇനിയിപ്പോൾ നാളെ ഇതിൻ്റെ മുകളിൽ അപ്പുറത്തെ സൈഡിൽ വീണ്ടും ഒരു ബീഡിങ്ങും കൂടി ഇടണം എന്നർത്ഥം. അപ്പോഴേ ഉള്ളൂ നമുക്ക് ഈ ചെയ്യണേന് ഒരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കുമല്ലേ. ഇതേപോലെ ബീം അടിച്ച് ഇതിങ്ങനെ ഒരു 8 ഇഞ്ച് രീതിയിൽ അങ്ങനെ പോകണം. പിന്നെ ഈ കാണുന്ന കള്ളികൾ, കാണുന്ന കള്ളികളെല്ലാം നമ്മളതിൻ്റെ ടൈൽ റൂഫിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് ഇൻറ്റീരിയൽ ചെയ്യണ സമയത്താണ് നമ്മൾ ചെയ്യുക. അത് ഏത് ഡിസൈനിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു പോർഷൻ വേണമെങ്കിൽ ചെരിച്ച് ചെയ്യാം, അപ്പുറത്തുള്ളത് പ്ലെയിൻ ആക്കിയിട്ട്. അങ്ങനെ ഒരു 4 കോളായിട്ടാണ് ഇതിൽ കിടക്കുന്നത്. അപ്പോൾ 4 കള്ളിയും എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അതല്ല 4 പ്ലെയിൻ ആക്കുകയാണെങ്കിൽ 4 പ്ലെയിൻ ആക്കാം. അപ്പോൾ നമ്മൾ ചില വീടുകളൊക്കെ കാണുമ്പോൾ വാവ് സൂപ്പർ എന്ന് പറയില്ലേ, അങ്ങനെ സൂപ്പർ എന്ന് പറയുന്ന വീടുകളൊക്കെ ഇതുപോലെ അടിപൊളിയായിട്ട് അഡീഷണൽ വർക്കൊക്കെ ചെയ്ത് അവരുണ്ടാക്കുന്ന വീടുകളാണ് ഹൗസ് സൂപ്പർ എന്ന് പറയുന്നത്. അതല്ല നമ്മളൊരു 1000 സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യുക, 4 ചുമരും വെച്ച് അതിൻ്റെ മുകളിൽ മെയിൻ സ്ലാബ് ചെയ്തെടുക്കുമ്പോൾ അതിൽ നമുക്ക് വലിയ ഇതൊന്നും കാണിക്കാൻ പറ്റില്ല. പിന്നെ കാണിക്കാൻ പറ്റണത് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കാഞ്ഞിരമറ്റത്ത് ചെയ്തൊരു 800 സ്ക്വയർ ഫീറ്റ് വീട് 2 നില രൂപത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അപ്പോൾ വലിയ വീടുകളൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് വീട് കാണാനായിട്ടൊരു ഭംഗി ഉണ്ടായിരിക്കുക. കാരണം 3000 സ്ക്വയർ ഫീറ്റ് ഒറ്റ നില വീട് ചെയ്യണ സമയത്ത് ഇങ്ങനെ പരന്നൊരു റൂഫ് മാത്രമാണെന്നുണ്ടെങ്കിൽ ആ വീട് കാണാനൊന്നും ഒരു ഭംഗി അത്ര കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളെ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് കാണാം.